ഹോക്കി താരം ഒളിമ്പ്യൻ ശ്രീജേഷിൻ്റെ ആദ്യ ഹോക്കി പരിശീലകൻ രമേഷ് കൊലപ്പ ശ്രീജേഷിനെ ഹോക്കിയിലേക്ക് കൊണ്ടുവന്ന ആ ദൈവീക അനുഭവം തന്നെ പറയാം. നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് മൊത്തം അനുഗ്രഹവുമാണല്ലോ ശ്രീജേഷ്. ഗോൾഡൻ ടച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഗോൾഡൻ ടച്ച് ആയിരുന്നല്ലേ ആ ഗോൾ പോസ്റ്റിന് ശ്രീജേഷ് എന്ന പറയുമ്പോൾ തന്നെ രോമാഞ്ചം. ഒരു ഒറ്റയാൾ ഒരു വൻമതിൽ അങ്ങനെ നിന്ന് ഭാരതത്തെ കീർത്തിയിലേക്ക് നയിച്ചു. എന്തായാലും അത് ആ അനുഭവം കോച്ചിന്റെ കണ്ണുകളിലൂടെ എങ്ങനെയെന്ന് കാണണം. അതെ, അദ്ദേഹം ജനം ടിവിയോടാണ് അനുഭവം പങ്കുവച്ചത്. അത്ലറ്റിക് രംഗത്ത് നിന്നും ഹോക്കിയിലേക്ക് ശ്രീജേഷിനെ വഴിതിരിച്ച് നടത്തുമ്പോൾ ഗോൾ കീപ്പറാകാൻ പ്രധാന വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ചന്ദനക്കുറി തൊട്ട് നിറച്ചിരിയോടെ ആദ്യമായി തൻ്റെ മുന്നിൽ വന്ന 8ാം ക്ലാസ്സുകാരൻ ശ്രീജേഷിനെ അന്നത്തെ നിഷ്കളങ്കതയും വിനയവും ഇന്നും ചോർന്നു പോയിട്ടില്ലെന്നും ശ്രീജേഷിൻ്റെ ഗുരുനാഥൻ പറയുന്നു. എന്തായാലും കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് കാണാം. ഭാരതത്തിൻ്റെ അഭിമാനമായ ഹോക്കി പ്ലെയർ ശ്രീജേഷിനെ ഹോക്കിയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ കോച്ചാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹമാണ് ആദ്യമായി ഈ അത്ലറ്റിക്സിൽ നിന്നും ഹോക്കിയിലേക്ക് വഴിതിരിച്ച് മാറ്റിയത്. ആ ഒരു രീതിയിൽ ഹോക്കിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ എല്ലാ ഒരു അഭിമാനവും അദ്ദേഹത്തിന് ഇന്നുമുണ്ട്. രമേഷ് കൊലപ്പ എന്ന അദ്ദേഹത്തിനോട് നമുക്ക് ആ വിശേഷങ്ങളൊന്ന് ചോദിക്കും. ഏത് രീതിയിലായിരുന്നു ശ്രീജേഷിനെ കണ്ടുമുട്ടുന്നതും ഒരു പരിശീലനത്തിൽ അത്ലറ്റിക്സിൽ നിന്നും ഹോക്കിയിലേക്ക് മാറ്റിയെടുക്കുന്നതും? ആദ്യം അദ്ദേഹം അത്ലറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ അന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അവർ റിക്വയർമെൻറ്റ്സ് നോക്കും, അവരുടെ മോട്ടോർ ക്വാളിറ്റീസും പെർഫോമൻസ് ലെവലത്തിലോട്ട് എത്തിച്ചാൽ അവർക്ക് അത്ലറ്റിക്സിൽ വരാൻ പറ്റും. പക്ഷേ അത് നോക്കിയപ്പം ശ്രീജേഷിൻ്റെ ഇത് അവർ അത്ര ഹാപ്പിയല്ല. അപ്പോൾ അതിൻ്റെ കോച്ച് ഒരു സുനിൽ ദത്തായിരുന്നു. അദ്ദേഹം എന്നോടൊന്ന് ചോദിച്ചു, ഇതേപോലെ നമ്മൾ വീട് ഔട്ട് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോക്കിയിൽ എടുക്കാം. അന്നൊരു ചന്ദന കുരി വെച്ചിട്ടാണ് എൻ്റെ ശ്രീജേഷിൻ്റെ മുമ്പ് നിൽക്കുന്നത്. വളരെ സ്റ്റോക്കിയാണ് സൈസ്. അപ്പോൾ എനിക്ക് അന്ന് നമ്മൾ ഒരു കോച്ചിങ് ലൈനിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്ലെയറെ ഒരു പൊസിഷനിൽ പഠിപ്പിക്കുന്നില്ല. ഒരു പ്ലെയറെ കണ്ട് തന്നെ നമ്മൾ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന കാലഘട്ടങ്ങളാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇവൻ അന്ന് ശ്രീജേഷെ കാണുന്ന സമയത്ത് ഞാൻ ഗോൾ കീപ്പറായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒരു മുഹൂർത്തങ്ങൾ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇത് ചിലപ്പോൾ ദൈവ മുഹൂർത്തങ്ങളായിട്ടേ ഞാൻ കാണുള്ളൂ. അന്ന് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ശ്രീജേഷ് ആദ്യം അപ്പം ഞാൻ സാറോട് പറഞ്ഞപ്പോൾ ഗബ്രിയൽ സാറാണ് ജോയിൻറ്റ് ഡയറക്ടർ. അത് സാറിൻ്റെ പെർമിഷൻ വേണം. സാറിൻ്റെ പെർമിഷനില്ലാതെ നടക്കത്തില്ല. അത് തുടങ്ങി വന്ന സമയത്താണ് ഞാൻ സാറെ കോൺടാക്ട് ചെയ്തത്. രമേശ് കുഴപ്പമില്ല, നിനക്ക് അത് വേണമെങ്കിൽ ഇനി എടുത്തോന്ന് പറഞ്ഞ് സാർ പിന്നെ ആ ഫയൽ ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇദ്ദേഹത്തെ ഒരു ഹോക്കി ഫീൽഡിൽ കയറാനായിട്ട് സമ്മതം തന്നു. പക്ഷേ ഏറ്റവും അതിലൊരു കോമഡി പോയിന്റ് എന്ന് വെച്ചാൽ ശ്രീജേഷ് റിഫ്യൂസ് ചെയ്തു ഫസ്റ്റ്. അയ്യോ പറ്റത്തില്ല സാറേ, അത് ഞാൻ ഒരു സ്റ്റിക്കും പിടിച്ച് ഒരു സൈഡിൽ ഒരു ഹാഫായിട്ട് കളിച്ചോളാനൊക്കെ ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് വിൽ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞ് അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. എൻ്റെ മോനെ എനിക്കൊരു ജോലി, അത്യാവശ്യമുള്ളൊരു ജോലി കിട്ടണം സാറേ, ഒരു സിക്ക് കൊടുത്ത് പഠിപ്പിച്ചാൽ മതി എന്നുള്ളത് അതിൽ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അന്ന് അത് തുടക്കമാണ്. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ അപ്പോൾ അന്ന് കുറച്ച് എക്സ്പെൻസീവാണ് ഹോക്കി ഗോൾ കീപ്പർ പാടുന്ന ഒരു അന്നത്തെ കാലങ്ങളിൽ 7,000 8,000 റുപ്പീസ് വരുന്ന കാലങ്ങളാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു ഗോൾ കീപ്പർ അതിലുണ്ട്, കൃഷ്ണകുമാർ പറഞ്ഞിട്ട് പുള്ളി കുറച്ച് പഴയ പാഡുകളൊക്കെ നമുക്ക് തന്നു. അതിൽ നിന്നാണ് തുടക്കം. അത് തുടങ്ങി വന്നപ്പോൾ ശ്രീജേഷ് ആദ്യം പാഡ് കെട്ടി. പിന്നെ അന്ന് ഞാൻ ഒരു കേരള ഹോക്കി അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലങ്ങളാണ്. കോച്ച് മാത്രമല്ല, അതിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ജൂനിയർ ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടറായിട്ടൊക്കെ ഇരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഷുറപ്പായി, ഈ പയ്യനെ നമ്മൾ എൻകറേജ് ആണെങ്കിൽ പൊങ്ങുന്നുള്ള ഷുവറായി. പിന്നെ ഞാൻ ശ്രീജേഷ് ഫസ്റ്റ് ചാൻസ് 2004 പെർത്തിൽ നടക്കുന്ന ടെസ്റ്റ് മാച്ചസ് അത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രോഗ്രാമാണ്. അന്ന് അത് തുടങ്ങുന്ന സമയത്താണ് ശ്രീജേഷ് ഞാൻ പറഞ്ഞു. അപ്പം ശ്രീജേഷ് പേടിച്ചു. ക്യാമ്പിന് കേട്ടപ്പോൾ പേടിച്ച് പറഞ്ഞു, സാർ ഇത്തവണ ഞാൻ പോകുന്നില്ല, ഇതൊക്കെ വളരെ പഴയ പണ്ട് നടന്ന കാലിലെ വേദന ഉണ്ട്, വിനീത്തിന് ഒരു ഗോൾ കീപ്പർ സാറുണ്ട്. ഞാൻ പറഞ്ഞു ശ്രീജേഷ് പേടിക്കല്ലേ, യു ആർ ഓൾ റൈറ്റ്, ടേക്ക് പാർട്ട്. പിന്നെ ശ്രീജേഷ് ധൈര്യമായിട്ടെടുത്തു. പിന്നെ പോയി. ഇങ്ങനെ ഫസ്റ്റ് ക്യാമ്പ് അതിലെ ഭാഗ്യത്തിന് ഹരേന്ദർ സിംഗ് ഒരു കോച്ചുണ്ടായിരുന്നു. എത്ര വർഷം നമ്മൾ കോച്ചിങ് രംഗത്ത് ശ്രീജേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ 2000 ഞാൻ തുടങ്ങി. ഞാൻ 2014 വരെ പോയി. ശ്രീജേഷ് അവിടെ 8ാം ക്ലാസ് തൊട്ട് +2 വരെയാണ്. 5 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്നതെല്ലാം നമ്മുടെ ഡ്യൂറിങ് ഫോർമേറ്റീവ് ഡേയ്സ് ആണല്ലോ. എപ്പോഴും ഒരു പ്ലെയറെ പൊക്കുന്നതെല്ലാം അവരുടെ ഫോർമേറ്റീവ് ഡേയ്സ് ആണ്. അതിൽ നമ്മൾ അവർക്ക് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർ ഗൈഡ് ചെയ്യണം. നമ്മൾ പഠിപ്പിച്ചിരിക്കും. കോച്ചിന് പറഞ്ഞ ഒരു മാന്ത്രികനോ മജീഷ്യനോ ഒന്നുമില്ല കേട്ടോ. യു ആർ ഓൺലി എ ഗൈഡ്. അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഇതുണ്ട്. അപ്പോൾ ഗബ്രിയൽ സാർ രമേശ് അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് പൊക്കിയെടുക്കണം കേട്ടോ. പക്ഷേ ശ്രീജേഷ് then I started encouraging. പിന്നെ അന്ന് എനിക്ക് എൻ്റെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ശ്രീജേഷ് ഫസ്റ്റ് ക്യാമ്പ് ദാറ്റ് വാസ് വെരി സക്സസ്ഫുൾ. പക്ഷേ എനിക്കറിയാം നമ്മൾ പറയുന്നത് മാത്രമല്ല, ശ്രീജേഷ് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നല്ലൊരു പ്ലെയറായി വരുമ്പോൾ നല്ല ഉറപ്പുണ്ടായിരുന്നു.
അതിൽ ഇരുന്ന് ഞാൻ പിടിച്ച് പുള്ളിയെ പുഷ് ചെയ്ത് ഫസ്റ്റ് ഇന്ത്യൻ ടീമിൽ വരികയും ക്യാപ്റ്റനാവുകയും 2 മെഡൽ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് തോന്നി? അത് പിന്നെ അത് വന്നപ്പോൾ എനിക്കറിയാം ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുത്ത്. നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ, നമുക്കൊരു ജീവിതത്തിൽ എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. ശ്രീജേഷ് ഒരു ദിവസം ഒരു മെഡൽ കൊണ്ട് അവിടെ നിന്ന് വിളിച്ച് ഫസ്റ്റ് മെഡൽ കിട്ടിയപ്പോൾ എൻ്റെ ഏറ്റവും ലൈഫിൽ എനിക്ക് സന്തോഷം തന്ന കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ മെഡൽ കിട്ടിയപ്പോൾ ശ്രീജേഷിന് അച്ഛൻ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച രമേഷ് കോലപ്പാസ് അത് നമുക്ക് കിട്ടുന്ന ഗുരുദക്ഷിണയാണ് കേട്ടോ. അതുപോലെ ശ്രീജേഷ് അവിടെ നിന്ന് തന്നെ കോൾ വിളിച്ചു ഫസ്റ്റ്, അതായത് നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിന് മെഡൽ കിട്ടിയ സാറേ ഈ മെഡൽ സാർ എനിക്ക് കിട്ടി സാറെന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷമാണ് ശ്രീജേഷിൻ്റെ മുഖത്ത് ഞാൻ കണ്ടത്. അന്നും ഞാൻ ആദ്യം കണ്ട 8ാം ക്ലാസ്സിൽ ചന്ദനക്കുരിയിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീജേഷാണ്. ആ മെഡൽ വെച്ച് ടോക്കിയോയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാലഘട്ടം സത്യത്തിൽ ടീയേഴ്സ് എൻ്റെ കണ്ണിൽ നിന്ന് ട്രിക്കിൾ ഡൗൺ ചെയ്തു. എനിക്ക് എൻ്റെ എമോഷണലായി. കാരണം അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണയല്ലേ. നമ്മൾ കുറച്ച് കാലങ്ങൾ മുമ്പ് നമ്മളൊരു ഒരു പ്ലെയറെ കുറിച്ച് നമ്മൾ ഒരു പ്രെഡിക്റ്റ് ചെയ്യണം. ആ കുട്ടി പെട്ടെന്ന് അത് എങ്ങനെ ഇന്ത്യൻ ലെവലല്ല, വേൾഡ് ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരിഞ്ഞ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. പ്രത്യേകിച്ച് ഐ ഫീൽ പ്രൗഡ് ആസ് എ കോച്ച്. ഇതുതന്നെയായാലും ശ്രീജേഷിനെ ഹോക്കിയിലേക്ക് കൈപിടിച്ചുയർത്തിയ രമേഷ് കോലപ്പ എന്ന കോച്ച് ഇന്നും ആ 8ാം ക്ലാസ്സിൽ വെച്ച് ശ്രീജേഷിനെ ആദ്യം കാണുന്ന അതേ സ്നേഹത്തോടും വാത്സല്യത്തോടും തന്നെ സമീപിക്കുന്നു എന്നതിൽ തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്നു. ആദ്യം മെഡൽ കിട്ടിയപ്പോഴും പെർത്തിൽ നിന്ന് ആദ്യം വിളിച്ചതും ഈ കോച്ചിനെയായിരുന്നു. അതിൻ്റെ എല്ലാ അഭിമാനത്തിലും ആത്മസംതൃപ്തിയിലുമാണ് രമേഷ് കോലപ്പയും ഉള്ളത്. ക്യാമറാമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.